ഹരേ കൃഷ്ണ. ഞാനേ വെണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കുറെ പേര് ചോദിച്ചിരുന്നേ. അപ്പൊ എന്താ, ഞാനിത് ഇന്നലെ കാച്ചി വെച്ച പാലാണ് ഞാൻ രാവിലെ ചായക്ക് എടുക്കാൻ വേണ്ടി പുറത്തെടുക്കുമ്പോൾ ഇത് കണ്ടോ, എത്ര കട്ടിക്കാണ് പാട വന്ന് മൂടിയിരിക്കുന്നത്. ഞാൻ പാല് കാച്ചിയിട്ട് അത് അങ്ങനെ എടുത്ത് രാത്രിയിൽ ഫ്രിഡ്ജ് വെച്ചേക്കും. പിറ്റേ ദിവസം രാവിലെ തുറന്നു നോക്കുമ്പോൾ ഇതുപോലെ കട്ടിക്ക് പാൽപ്പാട വരും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പാലാണെങ്കിൽ ഇത്രയും കട്ടിക്ക് കിട്ടൂല. നല്ല വീടുകളിൽ നിന്ന് അധികം വെള്ളം ഒഴിക്കാത്ത പാല് മേടിക്കുക. ഞാൻ സൊസൈറ്റിയിൽ നിന്നാണ് പാല് മേടിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും നല്ല പാല് കിട്ടുന്നത്. സൊസൈറ്റിയിലാണെങ്കിൽ പോലും ഞങ്ങള് ഒരാളുടെ പാല് നോക്കി നിന്നിട്ടാണ് മേടിക്കുന്നത്, മിക്സ് ആക്കുക പോലും ഇല്ല. കുറേ വർഷമായിട്ട് ഞാൻ അങ്ങനെയാണ് പാല് മേടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെണ്ണ കിട്ടും. എന്നിട്ട് ഈ വെണ്ണ ഇങ്ങനെ വെട്ടി മാറ്റിയെടുത്ത് നമുക്ക് ഇതുപോലെ ഒരു കണ്ടെയ്നറിൻ്റെ അകത്താക്കി ഫ്രീസറിൽ സൂക്ഷിക്കുക. ഫ്രീസറിൽ എനിക്കാവുമ്പം ഒരു 10 ദിവസം ആകുമ്പോഴത്തേന് നല്ല വെണ്ണ കിട്ടും. കാരണം ഞാൻ 2 ലിറ്റർ 2.5 ലിറ്റർ ഒന്നിച്ചാണ് പാല് മേടിക്കുന്നത്. ഇന്നലെ ഞാൻ 2.5 ലിറ്ററാണ് മേടിച്ചത്, കാരണം കുറച്ചേറെ തൈര് ഉണ്ടാക്കാൻ വേണ്ടി. തൈര് ഞാൻ അങ്ങനെ അധികം കടയിൽ നിന്ന് മേടിക്കാറില്ല, ഞാൻ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, നല്ല സൂപ്പർ കട്ടി തൈരാണ് കിട്ടുന്നത്. കാരണം ഈ നല്ല പാലാണ് ഞങ്ങളുടെ ഇവിടെ കിട്ടുന്ന ഒരു വീട്ടുകാരുടെ പാല്. അദ്ദേഹത്തിന്റെ പേര് സജി എന്നാണ്. ഞങ്ങൾ സജി വരാനായിട്ട് നോക്കി നിൽക്കും. സജിയുടെ പാലാണ് ഞങ്ങൾ വാങ്ങുന്നത്. ഞങ്ങൾ കുറേ പേരുണ്ട് അദ്ദേഹത്തിന്റെ പാല് നോക്കി നിൽക്കുന്നത്. ഇങ്ങനെ ഈ കണ്ടെയ്നറിൽ സൂക്ഷിച്ചിട്ട് നമുക്ക് ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം കഴിയുമ്പോൾ ആ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് താഴെ വെച്ചിരിക്കുക. ആ താഴെ വെച്ചിട്ട് ഒരു ദിവസം അതങ്ങനെ താഴെ വെച്ചിരിക്കുക. പിന്നെ പിറ്റേ ദിവസം രാത്രി എടുത്തിട്ട് അത് ഒന്നുകിൽ ഒന്ന് വെളിയിലേക്ക് വെച്ചിരിക്കുക. വെളിയിൽ ഒരു 2-3 മണിക്കൂർ ഇങ്ങനെ വെളിയിൽ വെച്ചിരുന്നിട്ട് വേണം നമ്മളൊരു മിക്സി എടുത്തിട്ട് അതിലേക്കിട്ട് കുറച്ച് തണുത്ത വെള്ളം കൂടി എടുത്ത് അടിക്കുന്ന ഉടനെ സൂപ്പർ വെണ്ണ കിട്ടും. കാരണം നമ്മൾ പണ്ടൊക്കെ അമ്മമാര് തൈരിൽ നിന്ന് വെണ്ണ എടുക്കുമല്ലേ, അതിന്റെ ഇരട്ടി വെണ്ണയാണ് ഇങ്ങനെ എടുക്കുമ്പോൾ കിട്ടുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഹരേ കൃഷ്ണ.